നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്ക് ചില സംസ്ഥാനങ്ങൾ പിടിക്കുക അപ്രായോഗികം തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ ബി.ജെ.പിക്ക് നന്നായി അറിയാം, ആകെ ഭരണം കയ്യിലുള്ള എടുത്തു പറയത്തക്ക നേട്ടം അവർക്ക് രാഷ്ട്രീയപരമായി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവരുടെ ഒരു നേതാവായിട്ടുള്ള വർഗീയവാദിയായിട്ടുള്ള ഹിമന്ത ബിശ്വാസ് ഭരിക്കുന്ന അസാം മാത്രമാണ്. പക്ഷേ അതും നഷ്ടത്തിൻ്റെ വക്കിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ബി.ജെ.പിക്ക് അവിടെ എഴുമ്പേറ്റമില്ല, കയറിക്കൂടാൻ കഴിയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ AIADMKയുമായി സഖ്യമുണ്ടാക്കി തോറ്റ് വെണ്ണീറായതിനു ശേഷം 2024 അവിടെ AIADMKയുമായി സഖ്യം വേണ്ട, പകരം വലിയ തോതിൽ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, ചെറിയ രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യം കൂടി അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു പയറ്റ് നോക്കി. കോയമ്പത്തൂരിൽ അണ്ണാമല തോറ്റതടക്കം എല്ലാ മേഖലയിലും ബി.ജെ.പിക്ക് സർവ്വ നഷ്ടങ്ങളുണ്ടായി. ബി.ജെ.പിയുടെ വോട്ട് ഷെയർ കൂടിയെങ്കിൽ പോലും വിജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും DMK മറ്റ് ഭാഗത്തു നിന്നും, അതായത് എതിർവശത്തു നിന്നും കോൺഗ്രസിനെയും ചേർത്ത് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക ബി.ജെ.പിക്ക് നടപ്പുള്ള കാര്യമല്ല എന്ന് നാളിത്രയുമായിട്ടും തിരിച്ചറിഞ്ഞില്ലേ എന്ന ചോദ്യമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ഇനിയൊരു ടേം കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ടേം പൂർത്തീകരിക്കപ്പെടുമോ 75 വയസ്സിന് ശേഷം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ആരോപണം ചെറുതല്ലാത്തതാണ്. അഴിമതിയിലൂടെ, അതായത് ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണ് മൂന്നാമത് അദ്ദേഹത്തിന് കയറിക്കൂടാൻ കഴിഞ്ഞത് എന്നുള്ള ആരോപണം, പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിസാരവൽക്കരിക്കാൻ കഴിയില്ല. 79ഓളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറിയെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തിയാൽ അതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ചും അവിടെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന റെക്കോർഡുകൾ എല്ലാം പുറത്ത് വരുത്തേണ്ടി വരും എന്നൊരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ അവസ്ഥ എന്നത്, അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എങ്കിലും അവർക്ക് ഒരു കുഴപ്പവുമില്ല, സഖ്യകക്ഷികൾ അവരോടൊപ്പം തന്നെയാണ്, അവർ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കി അനുസരിച്ച് നിൽക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാജ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല താനും. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം അല്ല ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ടെൻഷൻ, സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ പട നയിക്കുന്നു എന്നുള്ളതാണ്. അണ്ണാമലയ്ക്കെതിരെ ബി.ജെ.പിയുടെ നേതാക്കൾ, പ്രത്യേകിച്ചും വനിതാ നേതാക്കൾ അടക്കം രംഗത്ത് വരികയാണ്. അണ്ണാമലെ ഒരിക്കലും ബി.ജെ.പിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയല്ല. അദ്ദേഹം സ്വന്തം ജോലി ഉപേക്ഷിച്ച് IPS ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് ബി.ജെ.പിയിലേക്ക് വന്നത് അധികാരത്തിന് വേണ്ടിയാണ്. അധികാരം കയ്യിലാളാനും സുഖലോലിപമായി ജീവിക്കാനും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തിടുക്കമാണ്. അതിനാണ് DMKയെ പഴിചാരുന്ന, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ DMKയുടെ അധികാര തിളക്കം അണ്ണാമലയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അത് അണ്ണാമലയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതേ ഇടക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, ചാട്ടവാറിട്ട് സ്വന്തം ശരീരത്തിൽ അടിക്കുന്നു, ഇങ്ങനെ കുറേ കോപ്രായത്തരങ്ങൾ കാണിച്ച ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെന്ന് മാത്രമല്ല, കേരളത്തിലെന്ന് മാത്രമല്ല, തെലങ്കാനയിലോ ആന്ധ്രയിലോ ഒന്നും ബി.ജെ.പിക്ക് ഇനി അധികാരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി കർണാടകത്തിൽ തിരിച്ചു വരാൻ ബി.ജെ.പിക്ക് ഒരു കാലത്തും കഴിയുകയുമില്ല എന്ന് ഉറപ്പാണ്.